റിനോയി എന്ന് പറയുന്നവൻ്റെ അച്ഛനോടും അമ്മയോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് പെൺമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അമ്മയും അതുപോലെ തന്നെ പെൺമക്കളും ഇവൻ്റെ കൂടെയാണ് താമസമെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ വീട് മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വേറെ ഒന്നുമല്ല, ഇവൻ നിങ്ങളുടെ പല സ്വകാര്യ സീനുകളും ചിലപ്പോൾ വൈറലാക്കി കളയും. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇന്ന് രാവിലെ മുതൽ ഞാനിങ്ങനെ അതിശയപ്പെട്ടു പോയി. അതായത് ഈ മൈത്താണ്ടി ഉണ്ടല്ലോ, ഇവനിങ്ങനെ ചിരിക്കുകയാണ്. അതായത് നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയായിട്ട് നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലെ ഒരംഗത്തെ നഷ്ടപ്പെട്ടതുപോലെയുള്ള വേദനയായിരുന്നു. അതായത് അവിടുന്ന് ഓരോ മൃതദേഹം കിട്ടുമ്പോഴും നമുക്ക് അത്രമാത്രം വിഷമമായിരുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു മൈത്താണ്ടി വന്നിട്ട് ഇവൻ ചിരിക്കുകയാണ്, ഇവൻ വീഡിയോ ഇട്ട് ആഘോഷിക്കുകയാണ്. അതായത് ഇവരുടെ കരച്ചിലും അതുപോലെ തന്നെ ഇവരുടെ വിഷമങ്ങളും ഇതൊക്കെ കൊണ്ട് ഇവനിങ്ങനെ വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ അർമാദിച്ച് ആഘോഷിക്കുക, ഇവൻ ചിരിക്കുകയാണ്. അതായത് മിക്കവാറും ഇവൻ്റെ തന്തയും തള്ളയും പോയാലും ഇവൻ ഇതുപോലെ ചിരിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവൻ എങ്ങനെയെങ്കിലും ഇവൻ്റെ ചാനലൊന്ന് വൈറലാക്കി എടുക്കണം. അതായത് എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, എന്നിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്ന് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അതിനു വേണ്ടിയിട്ട് മാത്രം ഈ നാറി ചെയ്ത ഒരു പണിയാണിത്. അതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട ഇവനെ സൃഷ്ടിച്ച സൃഷ്ടാക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇവനെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്ന്, അതായത് ഇവനെ ഒറ്റയ്ക്കൊരു റൂമിലിട്ട് പൂട്ടണം എന്നാണ് ഞാൻ പറയുള്ളൂ. അതായത് ഇവനെ പുറത്തിറക്കി വിട്ട് കഴിഞ്ഞാൽ ആദ്യം ക്യാമറ വെക്കുന്നത് നിങ്ങളുടെ ബാത്റൂമിൽ തന്നെയായിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. അത് അടുത്ത് തന്നെ നാട്ടുകാരെല്ലാവരും കാണുകയും ചെയ്യുമെന്നുള്ളതാണ്. അത്രത്തോളം അതമ്പതിച്ചു പോയിരിക്കുകയാണ് എന്താ പറയേണ്ടത്, ഇവനെ പോലുള്ള മൈത്താണ്ടികൾ എന്ന് എനിക്ക് പറയാനുള്ളൂ. അമ്മാതിരി പണിയാണ് ഇവനൊക്കെ കാണിച്ചിരിക്കുന്നത്. അതായത് ഇവൻ്റെ ഈ ചെറുക്കൻ എനിക്ക് തോന്നുന്ന ഒരു 10-20 വയസ്സുണ്ട്, 10-22 വയസ്സുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവന് നല്ല ബുദ്ധിയുണ്ട്, ഇവൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. അതായത് ഓരോരോ ആൾക്കാരുടെയും സങ്കടങ്ങൾ എടുത്തിട്ട് ഇവിടെ നിന്ന് പൊട്ടി ചിരിക്കുക, എന്നിട്ട് അവരെ കളിയാക്കുക. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ്റെ തലയിൽ എന്താണ് അങ്ങനെ ഒരു വളരെ മോശമായൊരു വേർഡ് ഉപയോഗിച്ചിട്ട് അതൊക്കെ ഇവൻ വീഡിയോ ആക്കിയിട്ട് ഇങ്ങനെ സുഖിച്ചുകൊണ്ടിരിക്കലാണ് ഈ മൈത്താണ്ടി മോൻ അവിടെ നിന്ന്. മനസ്സിലാക്കണം നിങ്ങൾ, ഇവൻ്റെ അഡ്രസ്സ് കിട്ടണം, ഇവൻ്റെ അഡ്രസ്സ് വേണം അവിടുന്ന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏത് ലോകത്തായി കഴിഞ്ഞാലും ഇവനെ എനിക്കൊന്ന് നേരിട്ട് കാണണം. ഒരു 2 വാക്ക് ഇവനോട് ചോദിക്കാനുണ്ട്. ഏത് ലോകത്തായി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇവനെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന സൃഷ്ടാക്കളാ, അവരെ എനിക്കൊന്ന് കാണണം. കാരണം ഇവനെ പോലെയുള്ള നികൃഷ്ട ജീവികളാ വളർത്തുന്നവരെ എനിക്കൊന്ന് കാണണം അവിടുന്ന്. ഇവൻ ആഹാരം കൊടുക്കുന്നവരെ എനിക്കൊന്ന് കാണണം. കാരണം മിക്കവാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തന്നെ അറിയില്ല കേട്ടോ. ഇവനെ പോലെയുള്ള ആൾക്കാരാണെങ്കിൽ അവരെവിടെയെങ്കിലും ഓടിപ്പോയിട്ടുണ്ടാകും. അതായത് നാണക്കേട് കൊണ്ട്. ഇവൻ ഇമ്മാതിരിയല്ല, ഇതിനെക്കാട്ടിയും വലിയ തോന്നിവാസം ചെയ്തിട്ടുണ്ടാവും ചിലപ്പോഴേ. ഇവൻ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടത്, ഇവനോട് എങ്ങനെയാണ് പറയേണ്ടത്? ഇവൻ അങ്ങനെ ഒരു മാനസിക രോഗിയല്ല. ഇവൻ മാനസിക രോഗി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെറുതെ വിട്ടുകൂടാ. ഇവൻ എന്താ പറയുക, ഇവൻ ഇത് കണ്ട് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. യാതൊരു മനസാക്ഷിയില്ലാത്ത, അതായത് ഈ അച്ഛനും അമ്മയും സൃഷ്ടിച്ച് വിട്ടിരിക്കുന്നത് ഒരു ചെകുത്താനെയാണ്. അതായത് ചെകുത്താനെ തന്നെയാണ്. ഇവനൊക്കെ വളർന്നു വന്നു കഴിഞ്ഞാൽ സമൂഹത്തിന് വലിയ ബാധ്യത തന്നെയാണ്. അതുമാത്രവുമല്ല, ഒരുപാട് പ്രശ്നങ്ങളുമാണ്. ഇവൻ ഇനിയും ചിരിക്കും. ഇവൻ എന്ത് സംഭവം ഉണ്ടെങ്കിലും ഇവൻ ചിരിക്കും. ഇവൻ തന്നെ മറ്റുള്ളവരെ വേദനിപ്പിക്കും സ്വന്തമായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അച്ഛനും അമ്മയും സഹോദരിമാരും ഉണ്ടെങ്കിൽ ഈ സഹോദരിമാരും അമ്മയും പെട്ടെന്ന് തന്നെ ഇവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടോ, എവിടെയെങ്കിലും പോയിട്ട് മാറി താമസിച്ചോ. കാരണം ഇവൻ ഏത് സമയത്തും നിങ്ങളെയും വിറ്റ് കാശ് വാങ്ങിക്കുമെന്നുള്ളതാണ്. അതുറപ്പാണ്. ഇവന് സഹോദരിയെന്നോ അല്ലെങ്കിൽ ഇവന് അമ്മ ഇവനൊന്നുമില്ല. ഇവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിച്ച് ചെകുത്താൻ്റെ സന്തതി തന്നെയാണ്, ചെകുത്താനാണ്. ഏതെങ്കിലും ആൾക്കാർക്ക് ഇവൻ്റെ അഡ്രസ്സ് ഒന്ന് അറിയുന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ഇവൻ്റെ അഡ്രസ്സ് ഒന്ന് എനിക്ക് പറഞ്ഞു തരൂ. കാരണം ഏതെങ്കിലും ഒരു നാട്ടിൽ ഏതെങ്കിലും ഒരു വീട്ടിൻ്റെ ഉള്ളിൽ ഇവൻ ഒളിച്ചിരിക്കുന്നുണ്ടാകും. ഏതെങ്കിലും ഒരു വീട്ടിൽ ഇവൻ ഒളിച്ചിരിക്കുന്നുണ്ടാകും. ഞാൻ ആ നാട്ടുകാരോടാണ് ചോദിക്കുന്നത്. നമ്മളെല്ലാവരും 2 ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. പാല് ചോദിച്ചവന് നമ്മൾ 1 കുടം പാല് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. മുലപ്പാല് എനിക്ക് കുടിക്കാൻ വേണം എന്ന് പറഞ്ഞ ജോർജിന് 1 കുടം പാല് കൊണ്ട് കൊടുത്ത നാട്ടുകാരുണ്ട്. അതുപോലെയുള്ള നാട്ടുകാരോടാണ് ഞാൻ ചോദിക്കുന്നത്, ഇവൻ്റെ അഡ്രസ്സ് ഇവിടെ, ഇവൻ ആരാണ്, ഇവൻ എന്താണ്, ഇവനെ ഒന്ന് കാണിച്ചു തരൂ.
ഇവൻ ഏത് പാതാളത്ത് പോയി ഒളിച്ചാലും ഇവൻ്റെ പേര് റിനോയ് എന്നാണ് ഇവൻ്റെ പേര്. ഇതുപോലൊരു മൈത്താണ്ടീന്നേ പറയാൻ പറ്റുള്ളൂ, ഇവനെ മൈത്താണ്ടീന്നേ വിളിക്കാൻ പറ്റുള്ളൂ. അമ്മാതിരി ചെകുത്താനാണ് ഇവൻ എങ്ങനെ ആ ഒരു ചിരിക്കാനും ആ കളിയാക്കാനുള്ള മനസ്സ് വരുന്നത്? അല്ല, ഇവനെ പഠിപ്പിച്ച അധ്യാപകരെവിടെ? ഏതെങ്കിലും ഒരാൾ ഇത്രയും സമയമായിട്ട് ആരും പുറത്തു വന്നിട്ടില്ല. ഇവനെ അറിയുന്ന ഒരാൾ ഇവൻ്റെ അഡ്രസ്സോ ഇവൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച ആൾക്കാർ ഇങ്ങനെ പരക്കം പായുകയാണ്. ഇവനെ പഠിപ്പിച്ചിരിക്കുന്ന ഏതെങ്കിലും അധ്യാപകരുണ്ടോ? ഇവൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവൻ ഏത് നാട്ടുകാരനാണ് എന്നെങ്കിലും ഒന്ന് പറഞ്ഞതാ. വേറെ ഒന്നിനുമല്ല, ഇവനെ ഒന്ന് കാണണം, ഇവൻ്റെ ആ മാതാപിതാക്കളെ ഒന്ന് കാണണം, അത്രയേ വേണ്ടൂ. വേറെ ഒന്നും വേണ്ട, ഒന്ന് കാണാൻ വേണ്ടി മാത്രം ഒന്ന് കാണണം, ഒന്ന് ക്ഷയിക്കാൻ കൊടുക്കണം ആ മാതാപിതാക്കൾക്ക്. മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള ഒരുത്തന്നെ നിങ്ങൾ ഭൂമിയിലേക്ക് സൃഷ്ടിച്ച് തന്നതിന് ഒരു ക്ഷയിക്കാൻ കൊടുക്കണം അവന്മാർക്ക്. അമ്മാതിരി തോന്നിയവാസം കാണിക്കുന്ന ഒരു അറിയിന. എന്തിനാണോ വീട്ടിൽ വെച്ചോണ്ടിരിക്കുന്നത്? എന്തിന് വീട്ടിൽ വെച്ചോണ്ടിരിക്കുന്നത്? എടോ തന്തേ തള്ളേ, എവിടെ നിന്നെങ്കിൽ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇവനെ പോലെയുള്ള എന്തിനാണോ ഇവനെയൊക്കെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴാണ് വാഴയുടെ ഉപയോഗം നമുക്ക് മനസ്സിലാകുന്നത്. ഇതിലും നല്ലത് വലിയൊരു വാഴ വെക്കുന്നത് തന്നെയായിരുന്നു. അടിപൊളി ഒരു വാഴ വെച്ചാൽ മതിയായിരുന്നു, അതായിരുന്നു നല്ലത്. ഇത്രയും ജനങ്ങളിങ്ങനെ സങ്കടപ്പെട്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാഷയൊക്കെ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് ഇവൻ കാണിച്ചിരിക്കുന്ന പോക്കൃത്തരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു പോക്കൃത്തരാന്ന് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത്, അതായത് ഈ സോഷ്യൽ മീഡിയയിലുള്ള പല സംഭവങ്ങളിലും പെട്ടിട്ട് ഇതിൻ്റെയൊക്കെ മനസ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കല്ലായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അമ്മാതിരി തോന്നിയവാസമല്ലേ ഇതിൻ്റെ അകത്തോട്ടേക്ക് വരുന്നത്. ഈ ചില ടീമുകൾ ഇങ്ങനെയാണ്, അതായത് വൈറലാകാനും പൈസ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് എന്ത് തോന്നിയവാസവും കളിക്കും എന്നുള്ളതാണ്. എന്ത് തോന്നിയവാസവും കളിക്കും. അതായത് ഇവന്മാർ എന്ന് പറയുന്ന ഒരു 2-3 വർഷത്തിനുള്ളിൽ എന്ന് പറഞ്ഞാൽ ഇവന്മാർ ചെയ്യാൻ പോകുന്നത് സ്വന്തം വീട്ടിലേക്കാണ് ക്യാമറ വെക്കാൻ പോകുന്നത്. സ്വന്തം വീട്ടിലേക്ക്, അതായത് ചിലപ്പോൾ സ്വന്തം മാതാപിതാക്കളുടെ കിടപ്പുമുറിയിലേക്ക് വരെ ഇവനെ പോലെയുള്ളവൻ വെക്കും. സൂക്ഷിച്ചോ, തന്തയും തള്ളിയും സൂക്ഷിച്ചോ. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ തന്തയും തള്ളിയും ഒന്ന് നമ്മളെ ആരെങ്കിലും ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഇവനെ പോലെയുള്ളവനെ ഒന്ന് കാണാൻ വേണ്ടി ഒരു സമൂഹത്തിന് അറിയണം ഇവൻ എവിടെയാണെന്ന്, ഇവൻ ഏത് നാട്ടുകാരനാണ്, ഇവൻ്റെ പ്രൊഫൈലൊന്ന് സമൂഹം അറിയണം അവിടുന്ന്. കാരണം എന്ന് വെച്ചാൽ അത്രയും നാറിത്തരാണ് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് എവിടെയോ ഒളിച്ചിരുന്നിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോഴും എന്ന് പറഞ്ഞാൽ വീഡിയോ മുഴുവൻ മുക്കിയിരിക്കുകയാണ്. വേറെ എവിടെയും ഇവൻ്റെ ആ ഒരു ഇതേ ഇല്ല, ഒരു പ്രൊഫൈലേ ഇല്ല. യൂട്യൂബിൽ മാത്രമേ കാണാനുള്ളൂ. അപ്പോൾ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഇവനെ പോലെയുള്ളവനില്ലേ, വല്ലാത്തൊരു ഒരു ഭയങ്കരമായിട്ട് നമുക്കല്ലേ ഇവനെങ്ങനെ ചിരിക്കാൻ തോന്നിയെന്ന് ഞാൻ ആലോചിക്കുന്നത്. നമ്മൾക്കൊന്നും ഈ ചൂരൽമലയിലോ ഇല്ലേ മുണ്ടക്കയിലെയോ ഇല്ലേ അർജുനെയോ അവരൊന്നും നമുക്ക് യാതൊരു പരിചയവുമില്ല. പക്ഷെ എന്നാലും അവരൊക്കെ ഇപ്പം നമ്മുടെ കുടുംബങ്ങളിലെ അംഗമാണ്. അവർക്കൊക്കെ എന്തിനും വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാണ്. അങ്ങനെയാണ് നമ്മൾ. അത്രമാത്രം നമ്മളെല്ലാവരും വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇവനെ പോലെയുള്ളവൻ ചിരിക്കുന്നു, മറ്റവന് പാൽ വേണം. ആ പാൽക്കാരൻ്റെ വീഡിയോ ഞാൻ പിന്നീട് കേട്ടോ. ആ പാൽക്കാരൻ്റെ അവസ്ഥ ഇപ്പം വളരെ പരിതാപകരമാണ്. അവനെ പറ്റിയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീടാ. പാൽക്കാരനിപ്പം എന്താ പറയേണ്ടത്, ഭയങ്കരമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ സുഹൃത്തുക്കളെ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഈ മൈത്താണ്ടിയെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു വിവരം കിട്ടുന്നവർ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവൻ എവിടെയാണ്, ഏത് നാട്ടുകാരനാണ്, ആരുടെ പുന്നാര മോനാണ്, ആരുടെ പുന്നാര സന്തതിയാണ് എന്ന് പിന്നെ ഇതൊന്നും ഇടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.